Null space, column space of a linear transformations. Consider the following system of homogeneous equations x1 plus 2x2 plus 3x3 equal to 0 and x1 minus x2 plus x3 equal to 0. The system of values of x for which ax equal to 0 is called the solution of the set of system. നമ്മൾ ഈ രണ്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഉണ്ട്, ലീനിയർ ഇക്വേഷൻസ് ഉണ്ട്. ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഈസ് എ സെറ്റ് ഓഫ് എക്സ് വാല്യൂസ് ആണ്. എ എക്സ് ഈക്വൾ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനിൽ എക്സ് വാല്യൂസിനെയാണ് നമ്മൾ എന്തോ വിളിക്കുന്നത്, ഇതിലെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ null space of an n by n matrix A written as null A is a set of all solution to the homogeneous system of equations. Null set of A അല്ലെങ്കിൽ null space of A എന്ന് പറഞ്ഞാൽ എന്താണ്? is a set of x such that എക്സിൻ്റെ വാല്യൂസ് ആണ് കിട്ടുന്നത്. എപ്പോഴുള്ള എക്സിൻ്റെ വാല്യൂസ് ആണ് ax ഈക്വൾ ടു 0 കിട്ടുമ്പോഴുള്ള എക്സിൻ്റെ വാല്യൂസിനെയാണ് എന്തോ വിളിക്കുന്നത്, null space of A എന്ന് പറയുന്ന ആ സെറ്റിൽ ബിലോങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് തരും. ആ ഇക്വേഷൻസ് വെച്ചിട്ട് എ എക്സ് ഈക്വൾ ടു 0 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ആ സൊല്യൂഷനിലെ എക്സ് വാല്യൂസിനെയാണ് നമ്മൾ എന്തോ വിളിക്കുന്നത്, നൾ സ്പേസ് ഓഫ് എ അല്ലെങ്കിൽ നൾ സ്പേസ് എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ സെറ്റാക്കി എഴുതുന്നതാണ് നൾ സ്പേസ് ഓഫ് എ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിറ്റർമൈൻ ഇഫ് u belongs to a null space of A where u equal to 5, 3, minus 2 and A equal to 1, minus 3, minus 2, minus 5, 9, 1. അപ്പോൾ നമ്മൾ യു നൾ സ്പേസ് ബിലോങ് ചെയ്യുമെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ യു എന്ന് പറയുന്നതിൽ എലമെൻറ്റ്സ് നൾ സ്പേസിൽ ഉണ്ടായിരിക്കുമെന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ യു പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 5, 3, minus 2 ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതെവിടെ വരുമെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. എ എന്ന് പറയുന്നതിൻ്റെ നൾ സ്പേസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യു ബിലോങ്സ് ടു നൾ എ ആണെങ്കിൽ എന്തുവാണ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന, എ യു ഈക്വൾ ടു 0. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എ എന്ന് പറയുന്ന ഒരു സെറ്റിൻ്റെ നൾ സ്പേസിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, അതിനകത്ത് ഏതൊക്കെ എക്സുകളാണ് വരുന്നത്, എ എക്സ് ഈക്വൾ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം കിട്ടുന്ന എക്സുകളാണ് നൾ സ്പേസ് ഓഫ് എയിൽ വരുന്നത്. ഓക്കെ, നമ്മളിപ്പം ഈ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ട്, യു എന്ന് പറയുന്ന ഒരു നൾ സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ എന്തോ കണ്ടീഷൻ ഇട്ട് കൊടുക്കുക, എ യു ഈക്വൾ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, എ എന്ന് പറഞ്ഞ മെട്രിക്സ് 1, minus 3, minus 2 ആണ്, minus 5, 9, 1 ആണ്. യു എന്ന് പറയുന്നത് എന്തുവാണ്, 5, 3, minus 2. ഇത് രണ്ടും കൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പം 0 കിട്ടുമോ നോക്കുക. 0 കിട്ടുമെങ്കിൽ അവിടുത്തെ ആ 0 കിട്ടുമെങ്കിൽ യു എന്തുമാകും, നൾ സ്പേസ് ഓഫ് എ അല്ലെങ്കിൽ നൾ എ ആയിട്ട് മാറും. ഓപ്പറേറ്റ് ചെയ്യുക. ആദ്യം 1 ഇൻറ്റു 5 വരും, പ്ലസ് minus 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ -9 വരും, -2 ഇൻറ്റു -2 ഇൻറ്റു -2 മൈനസ് പ്ലസ് ആണ്, +4 വരും. ഓക്കെ, അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഇതേ ഇൻറ്റു ഇത് വരും അല്ലേ. അപ്പം -5 ഇൻറ്റു 5 -25, 9 ഇൻറ്റു 3 27, 9 ഇൻറ്റു 3 27, 1 ഇൻറ്റു -2 അപ്പോൾ അതെല്ലാം കൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് 0 കിട്ടും. അപ്പം എ യു എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ അത് നമുക്ക് ആൻസർ എന്തോ കിട്ടി, 0 കിട്ടി. അപ്പം എ യു ഈക്വൾ ടു 0 കിട്ടി. സോ യു എന്ന് പറയുന്നത് എന്തുവാണ്, നൾ എ ആണ്. നൾ സ്പേസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഒരു തിയറം ഉണ്ട്. ദ നൾ സ്പേസ് ഓഫ് എ n by n മെട്രിക്സ് ഈസ് എ subspace or r raised to n that is the set of all solutions to the symmetric matrix Ax equal to 0 of m homogeneous linear equations in n unknown is a subspace of r raised to n. നമ്മൾ തിയറം പറയുന്നത് r raised to n അല്ലെങ്കിൽ നൾ സ്പേസ് ഓഫ് n by n മെട്രിക്സിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ ആ കേസിൽ നൾ എ എന്നാണ് നമ്മൾ നൾ സ്പേസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ യുവും ഇയും നൾ സ്പേസ് ഓഫ് എയിൽ നൾ എയിൽ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്തുവാണ്, യു എന്ന് പറയുന്ന നൾ സ്പേസ് ഓഫ് എയിൽ വരികയാണെങ്കിൽ എ ഇൻറ്റു യു ഈക്വൾ ടു 0 ആയിരിക്കും. അതുപോലെ തന്നെ എ വി ഈക്വൾ ടു 0 ആയിരിക്കും വി എവിടെ ബിലോങ് ചെയ്യുന്നെങ്കിൽ, നൾ എയിൽ എലമെൻ്റ് ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ എ യുയും എ വിയും 0 ആണെങ്കിൽ എ ഇൻറ്റു യു പ്ലസ് വി അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴും എന്തെന്ന് കിട്ടും,
0 എന്ന് കിട്ടും. അപ്പം ദാറ്റ് ഈസ് എ യു പ്ലസ് എ വി ഈക്വൾ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് എന്തുവാണ്, യു പ്ലസ് വി വി എവിടെ ബിലോങ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നൾ എയിൽ. അതെങ്ങനെയാണ് കിട്ടുന്നത്, എ യു 0 ആയി, എ വി 0 ആയി. അങ്ങനെയാണെങ്കിൽ എ കോമൺ എടുക്കുമ്പം യു പ്ലസ് വി ഈക്വൾ ടു 0. അങ്ങനെയാണെങ്കിൽ യു പ്ലസ് വിയും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, 0 എന്ന് പറയാൻ പറ്റത്തില്ലേ. അപ്പോഴതെന്തുമായി, നൾ എയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സിമിലർലി നമുക്ക് എ യു 0 ആണെങ്കിൽ ആൽഫ എ വി 0 ആണെങ്കിൽ ആൽഫ എ ഇൻറ്റു ആൽഫ യു എന്തുമായിരിക്കും, 0 ആയിരിക്കും. അപ്പം ആൽഫ യുവും എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും, നൾ എയിലെ എലമെൻ്റ് ആയിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ യുവും വിയും നൾ സ്പേസ് നൾ എയിലെ എലമെൻ്റ് ആണെങ്കിൽ യു പ്ലസ് വി എവിടെ ഇൻക്ലൂഡ് ചെയ്യും, നൾ എയിൽ ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ തന്നെ യുവും വിയും നൾ എയിലെ എലമെൻ്റ് ആണെങ്കിൽ ആൽഫ എന്ന് പറഞ്ഞൊരു സ്കെയിലാർ ആണെങ്കിൽ, ഫീൽഡിൽ നിന്ന് എടുക്കുന്ന ഒരു സ്കെയിലാർ ആണെങ്കിൽ അത് എവിടെ, ആൽഫ ഇൻറ്റു ആ യു എവിടെ ഇൻക്ലൂഡ് ചെയ്യും, നൾ എയിൽ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ഇതാണ് നൾ സ്പേസ് എന്ന് പറയുന്നത്. നൾ സ്പേസ് ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്നേ ഉള്ളൂ. നൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ഒരു മെട്രിക്സ് ഉണ്ട്, എ ഇൻറ്റു ആ നൾ സ്പേസ് എടുക്കുമ്പം 0 കിട്ടുന്നെങ്കിൽ ആ യുവിനെയാണ് നമ്മൾ എന്തോ വിളിക്കുന്നത്, നൾ സ്പേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, താങ്ക് യു.